السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, SKICRന്റെ അഡ്മിന്മാരെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ കൂടി വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ഡോക്ടർ ലൈവ് ആയിട്ട് ഞാൻ വീണ്ടും മൈക്ക് എടുക്കുന്നത്. കാരണം പലപ്പോഴും പലരും PM-ൽ ബന്ധപ്പെട്ടിരുന്നു പല പ്രശ്നങ്ങളായിട്ട്. അത് എൻ്റെ പരമാവധി ഞാൻ അവർക്ക് അതിൻ്റെ ഉത്തരങ്ങളും കാര്യങ്ങളും വാട്സപ്പിലൂടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. ഏതായാലും അതൊക്കെ അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇൻഷാ അല്ലാഹ്. ഏതായാലും അള്ളാഹു ഈ ഒരു പ്രവർത്തനം, നമ്മളെല്ലാവരും ഈ കൂട്ടായ്മ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും നമ്മൾ വിശിഷ്ടാതിഥി ഡോക്ടർ സാജിദ്, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആള്. ഇൻഷാ അല്ലാഹ് ഡോക്ടർ എത്രയും പെട്ടെന്ന് കൂടെ ഇവിടെ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മൈക്കിൽ വരാഞ്ഞത്. ഞാൻ ആയിട്ട് മൂപ്പർക്കും അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ. ആദ്യമായിട്ട് മൈക്കിൽ വരുന്നുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ പുള്ളിക്കാരനെ കുറെ പറഞ്ഞാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് വേറെ വാസ്തവം. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് മൈക്കിൽ വരുന്നതിൻ്റെയും എന്നോട് ചോദിക്കുന്ന ആരെങ്കിലും എന്നെ കാണുമെന്നാണ് ചോദിക്കുക. ഞാൻ പറഞ്ഞു, മുഖം നോക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം, മുഖം നോക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറ്റിയൊരു അവസരമാണ് ഇതെന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ തോട്ടക്കാട് സാഹിബ് തന്നെ വരും മൈക്കില്. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ക്ലിനിക്കിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു 5-10 മിനിറ്റുള്ളിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഏകദേശം പങ്ക് കൊടുക്കും. അപ്പത്തിനും ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങൾ ലൈവ് തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും കുട്ടികൾ മാത്രമല്ല, ഏത് ഉമ്മാന്റെ കുട്ടികൾക്കും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് PM ചെയ്യാം. അല്ലെങ്കിൽ മൈക്കിലുള്ളവർക്ക് ആവുന്നത് മൈക്കിൽ വന്നിട്ട് തന്നെ സംശയങ്ങൾ ചോദിക്കാം. അതിനുള്ള സൗകര്യങ്ങളും ഉള്ളവർ കാര്യങ്ങൾ ചെയ്യാത്തവരും ഇൻഷാ അല്ലാഹ് PM ചെയ്താൽ മതി. ഏതായാലും അല്ലാഹു നമ്മളെ കൂട്ടായ്മ സ്വീകരിക്കട്ടെ. നാളെ അർശന്റെ തണല് ലഭിക്കുന്ന ഒരു രൂപത്തിൽ അവിടെ ബാങ്ക് കൊടുത്ത് ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. എന്തായാലും നമ്മുടെ ഡോക്ടർ ആസഫ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് സാജിദിനെ നമ്മളെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാമെന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് എത്തിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ലിനിക്കിൽ നിന്ന് പുറപ്പെട്ട വിവരം നമ്മെ അറിയിച്ചു. എന്തായാലും ഇൻഷാ അല്ലാഹ് അല്പസമയം കൊണ്ട് എത്തും. ഇശാക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പൊ അതിലെല്ലാ ആളുകളും പങ്കെടുക്കുക. ക്ലാസ്സുകളിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സജീവമാക്കുക. നിങ്ങളൊക്കെ സംശയങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അമീർ സാഹിബിനൊക്കെ ചോദ്യങ്ങളില്ലേ, നാട്ടിൽ പോകാൻ നിൽക്കണം. അപ്പൊ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കുട്ടിക്ക് അസുഖമാണ് എന്താണെന്നൊന്നും പറഞ്ഞ് ഡോക്ടർമാരെ സമീപിക്കണ്ട. നേരെ ഇപ്പൊ തന്നെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിക്കോളി. കോഡ് വേണമെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ അയച്ചു തരണ്ടേ. എന്നാ പിന്നെ അത് കേൾപ്പിച്ചാൽ മതിയല്ലോ. ഏതായാലും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. കുട്ടികൾക്കൊക്കെ അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ പറ്റുന്നവർ നേരിട്ട് ചോദിക്കുക, അല്ലാത്തവര് DM ചെയ്യുക. അപ്പം ഇനി നമ്മുടെ മജീദാരി ഉസ്താദില്ലേ, മജീദാരി ഉസ്താദ് കേൾക്കണ്ടെങ്കിൽ നിങ്ങൾ റൈസാൻ ചെയ്ത് വരെ. മജീദാരിനെയോ മറ്റാരെ അബ്ദുൽ ഉണ്ടല്ലോ,
മഹ്ഫൂൽ ഐഡിയിൽ നമ്മുടെ ഓഫീസ് ഉസ്താദല്ലേ അല്ലേ? മഹ്ഫൂൽ എന്ന ഐഡിയിൽ ഓഫീസ് ഉസ്താദല്ലേ? എന്താ മഹ്ഫൂൽ കേൾക്കില്ലേ? ആ ഒരുപാട് ആളുകളുണ്ട്. കെ സി ഉസ്താദൊക്കെ ഉണ്ട്, ഡോക്ടർ എത്തിയിട്ടുണ്ട്, ഡോക്ടർക്ക് ഉണ്ട്, മൈക്കൽ ലേശി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നമ്മൾ ഇത്ര നേരം കാത്തുനിന്ന് ഇത്ര 7:15 ഇൻഷാ അല്ലാഹ് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ്. ഇത്ര നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തത് അതിന് തന്നെ വളരെ താഴ്മയായി ക്ഷമ ചോദിക്കുന്നു. ഏതായാലും നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന നമ്മുടെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സാജിദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മൂപ്പര് നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് PM ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് മൈക്കിൽ വന്നിട്ട് ചോദിക്കാം. കുട്ടികൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഏതാണ് നമ്മൾ പ്രത്യേകിച്ച് അതിൽ മുൻഗണന കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാത്തത് ഉണ്ടെങ്കിലും ചോദിക്കാം. കാര്യങ്ങൾ നമുക്ക് അറിയുന്ന രൂപത്തിൽ അത് തീർത്തു തരാൻ വേണ്ടിയിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇൻഷാ അല്ലാഹ് നടത്താം. അതായത് ഞാൻ ആത്മമായിട്ട് ഡോക്ടർ സാജിദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡോക്ടർ സാജിദ്. ഞാൻ എൻ്റെ ബേസിക്കലി സ്ഥലം തിരൂരാണ്. ഞാനിവിടെ ചട്ടിപ്പറമ്പ് കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അസഫ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു കുറച്ച് നാൾ മുമ്പ്. ഞാനിന്ന് നേരത്തെ എത്തേണ്ടതായിരുന്നു, പിന്നെ കുറച്ച് ചുറ്റുപാടുകൾ കാരണം കുറച്ച് ലേറ്റായി പോയി. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കുട്ടികളുടെ പല്ലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് 10-11 വയസ്സ് വരെ നിൽക്കേണ്ട പല്ലുകളാണ്. അത് കഴിയുമ്പോഴാണ് പാൽപ്പല്ലുകളെല്ലാം പോയി പുതിയ പല്ലുകൾ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം തുടങ്ങുന്നത് കുട്ടികളുടെ ഉമ്മാര് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കെയർ ചെയ്യേണ്ടത് കുട്ടികളുടെ ഉമ്മാര് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് തുടങ്ങുന്നത്. അവരുടെ വായയും ഇതിലുള്ള അണുക്കളും അല്ലെങ്കിൽ എന്തെങ്കിലും പൊത്തുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം ട്രീറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നല്ല ഒരു ദന്ത സംരക്ഷണം വേണമെങ്കിൽ അത് മാതാപിതാക്കൾക്ക് ആദ്യം വേണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഉമ്മമാർ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതും അവരെ ആദ്യത്തെ 5 വയസ്സ് വരെ അവരെ എടുത്തുകൊണ്ട് നടക്കുന്നതും ഉമ്മമാരാണ്. അപ്പോൾ ഉമ്മമാരുടെ നല്ലൊരു ദന്താരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്കും അത് ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഉമ്മമാർക്ക് ഒരുപാട് പല്ലിന് അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ കേടുകളുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് അത് പെട്ടെന്ന് പകരും. ഉമ്മമാരുടെ പാല് വഴിയും ഉമിനീര് വഴിയും പെട്ടെന്ന് കുട്ടികൾക്കത് വരും. കുട്ടികളുടെ കേട് ആദ്യത്തെ വയസ്സിൽ തന്നെ കുട്ടികളെ ഡോക്ടറെ കാണിച്ചു തുടങ്ങണമെന്നാണ്. ആദ്യത്തെ പല്ല് വരുമ്പോൾ തന്നെ, ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ആദ്യത്തെ പല്ല് വരുമ്പോൾ തന്നെ കുട്ടികളെ ഡോക്ടറിന് ഒരു പ്രാവശ്യമെങ്കിലും കാണിക്കണമെന്നാണ്. അല്ലാത്ത പക്ഷം അറ്റ്ലീസ്റ്റ് 3 വയസ്സാകുമ്പോൾ നിർബന്ധമായിട്ടും ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തിയേ പറ്റൂ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചോക്ലേറ്റും അങ്ങനെ പല്ല് കേടുവരുന്നതായ ഒരുപാട് സാധനങ്ങൾ ഭക്ഷണ രീതികളും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ നിർബന്ധമായും 3 വയസ്സിൽ നമുക്ക് തന്നെ കാണാം കുട്ടികൾക്ക് ഒരു കറുത്ത കളർ മുമ്പത്തെ പല്ലിൽ 1-2 വയസ്സിൽ. അതാണ് ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ പല്ലിന്റെ മുമ്പത്തെ പല്ലിൽ തന്നെ കളർ വ്യത്യാസം കാണാം. ആ സമയത്ത് തന്നെ അത് ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നോട്ടുള്ള പല്ലിലേക്ക് ബാധിക്കാതെ നോക്കാം. ഈ പിന്നിലുള്ള പല്ലുകളാണ് കുട്ടികൾക്ക് 10-11 വയസ്സ് വരെ നിൽക്കുന്നത്. അപ്പോൾ മുമ്പത്തെ പല്ലുകൾക്ക് കേട് വരുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ പിന്നത്തെ പല്ല് നമുക്ക് 10 വയസ്സ് വരെ നിലനിർത്താം. അല്ലാത്ത പക്ഷം കേട് വന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് ഈ കുട്ടികൾക്ക് നിര തെറ്റാനും
ഒപ്പം പുതിയ പല്ലുകൾ പെട്ടെന്ന് കേടുവരാനും ഉള്ള സാധ്യതകളൊക്കെ കൂടി വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഒരു ദന്ത സംരക്ഷണം തുടങ്ങേണ്ടത് ആദ്യ വയസ്സിൽ തന്നെയാണ്. അല്ലാത്ത പക്ഷം നമുക്കൊരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പുതിയ പല്ലുകൾ ഉണ്ടാവുന്നത് വരെ കേട് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് എന്നും വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടു നടത്താനേ നമുക്കൊരു സമയം ഉണ്ടാവുള്ളൂ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭക്ഷണ രീതികൾ, പ്രത്യേകിച്ച് മധുരം, അങ്ങനത്തെ മധുരം കൂടിയതും ഒട്ടിപ്പിടിക്കുന്നതുമായ ഭക്ഷണങ്ങൾ. കുട്ടികൾക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് ഒരു ഇടവേള വെച്ച് വേണം ഭക്ഷണം കൊടുക്കാൻ. എപ്പോഴും ഒരു 2 മണിക്കൂർ ഇടവേള നിർബന്ധമായിട്ടും പാലിക്കണം. രാവിലെ ഒരു ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ ഒരു ഗ്യാപ്പ് കൊടുക്കണം. ഈ 2 മണിക്കൂർ എന്തിനാ എന്ന് വെച്ചാൽ നമ്മളുടെ ഉമിനീര് അല്ലെങ്കിൽ വായിലൊരു മെക്കാനിസം തന്നെ ഉണ്ട് പല്ല് ക്ലീൻ ചെയ്യുന്നത്. അത് ആ സൈക്കിൾ നമ്മൾ 2 മണിക്കൂർ അനുവദിച്ചു കഴിഞ്ഞാൽ വായലിന്റെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പല്ലുകളെല്ലാം ക്ലീൻ ആവും. അല്ലാത്ത പക്ഷം നമ്മൾ അടുപ്പിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ സൈക്കിൾ പ്രവർത്തിക്കൂല. അപ്പോഴാണ് പല്ല് കൂടുതലായി കേടുവരുന്നത്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊന്നും മധുരമുള്ള സാധനങ്ങളും ചോക്ലേറ്റ് അങ്ങനത്തെ കുട്ടി കിടക്കുന്നതിന്റെ ആ സമയത്ത് ഒഴിവാക്കുക. ഈ രാത്രി ബ്രഷ് ചെയ്യുന്ന ഇത് നിർബന്ധമാക്കുക. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. വെറും ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ പഞ്ഞി കോട്ടൺ കൊണ്ട് മാത്രം തുടച്ച് നന്നായി പാല് കൊടുത്തു കഴിഞ്ഞാലും പഞ്ഞി വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കുട്ടിയെ കിടത്തുറക്കാൻ. 3 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. 3 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം വരും. പേസ്റ്റിന്റെ ഉള്ളിൽ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ അത് ശരീരത്തിൽ അലിഞ്ഞിട്ട് ഫ്ലൂറോസിസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 3 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗം എടുത്ത് ബ്രഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള പാലിന്റെ പ്രൊഡക്റ്റ് മാതിരി ഉള്ള പേസ്റ്റുകളുണ്ട്. അതൊക്കെ ഉപയോഗിക്കാം. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായി ഉപയോഗിക്കേണ്ട പേസ്റ്റുകളുണ്ട്. അത് ഉപയോഗിച്ച് തുടങ്ങും നല്ല കേടുള്ള കുട്ടികൾക്കും. അല്ലാത്ത പക്ഷം 3 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും രാവിലെയും രാത്രിയും പേസ്റ്റ് ഉപയോഗിച്ച് തന്നെ ബ്രഷ് കഴിക്കുക. പിന്നെ ഫ്ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല കേടുള്ള കുട്ടികളുടെ മൗത്ത് വാഷ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന്. നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് 3 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 10 മാസം കൂടുമ്പോൾ റെഗുലർ ഡെന്റൽ ചെക്കപ്പ് വെക്കണം. കാരണം നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് പല്ല് കേടുവരുന്നത് അല്ലെങ്കിൽ കേട് ഉണ്ടോ എന്ന്. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ പല്ലുകൾ എന്ന് പറയുമ്പോൾ നല്ല എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവും അവരുടെ പല്ലുകൾക്കിടയിൽ. അപ്പോൾ ഭക്ഷണം എപ്പോഴും ഇരിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ദന്തനേരെയുള്ള കുട്ടികളുടെ. അപ്പം ഒരു ഡെന്റിസ്റ്റിന് മാത്രമേ കുട്ടികളുടെ പല്ലുകൾക്ക് കേടുണ്ടോ എന്ന് ശരിക്കും തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റെഗുലർ ചെക്കപ്പ് എപ്പോഴും വെക്കേണ്ടതാണ്. ഇനി കുട്ടികൾക്ക് പിന്നെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും വായയിൽ വിരൽ വിടുന്ന സ്വഭാവമുണ്ട്. അതേമാതിരി തന്നെ പല്ല് കടിക്കുന്ന സ്വഭാവമുണ്ട്. അതേമാതിരി തന്നെ വായ തുറന്നുറങ്ങുന്ന ശീലമുണ്ട്. അങ്ങനെ ഒരുപാട് ശീലങ്ങളുണ്ട്. ആദ്യത്തെ 3 വയസ്സ് വരെ ഒരുവിധം കുട്ടികൾക്ക് കാണുന്നതാണ് വായിൽ വിരലിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ വായിൽ വിരലിടുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് 3 വയസ്സ് കഴിഞ്ഞിട്ടാണ്. 3 വയസ്സ് വരെ കുട്ടികൾക്ക് വായിൽ വിരലിട്ടാലും അതേമാതിരി വാ തുറന്നുറങ്ങിയാലും അവരെ തടയാൻ പാടില്ല എന്നാണ്. അവരത് ചെയ്തോട്ടെ. 3 വയസ്സ് വരെ അതൊരു നോർമലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ പല്ലിന് അല്ലെങ്കിൽ മോണക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 3 വയസ്സ് മുതൽ 4 വയസ്സ് കഴിയുന്നത് വരെ ഈ വായിൽ വിരലിടുന്നതും വാ തുറന്നുറങ്ങുന്നതൊന്നും നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യണ്ട. പക്ഷെ കുട്ടികൾക്ക് കൗൺസിലിംഗ് അതേമാതിരി തന്നെ അവരെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുക, കൂടുതൽ എക്സസൈസുകൾ അല്ലെങ്കിൽ ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചിട്ട് ആ ശീലങ്ങൾ അങ്ങനെ മാറ്റാവുന്നല്ലാതെ വായിൽ എന്തെങ്കിലും
ക്ലിപ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആദ്യത്തെ 4 വയസ്സ് വരെ ഉപയോഗിക്കലില്ല സാധാരണ. അപ്പം വായിൽ വിരലിടുന്ന സ്വഭാവമുള്ള കുട്ടികൾ 4 വയസ്സിന് മേലെയാണ് അത് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് ഭാവിയിൽ അത് പല്ലിന്റെ നിരയെ തെറ്റിക്കും. മുമ്പത്തെ പല്ലുകൾ ഒരുപാട് മുമ്പോട്ട് തള്ളാൻ തുടങ്ങും. കുട്ടികൾക്ക് പല്ലുകൾ വരാൻ സ്ഥലം കുറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം വായിൽ വിരലിടുന്നത് 4 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ കുട്ടികൾക്ക് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന വേറൊരു അസുഖമാണ് വാ തുറന്നുറങ്ങുന്നത്. അതും ഇതേമാതിരി തന്നെ 4 വയസ്സ് കഴിഞ്ഞ് 5-ാം വയസ്സിലും കുട്ടിക്ക് അത് ശീലമാകുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾ കൂർക്കം വലിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിനും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മൂക്കിൽ ദശ അങ്ങനെയുള്ള മൂക്കിൽ ശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ വായിൽ ഒരു സ്ക്രീൻ കൊടുത്തിട്ട് കുട്ടികൾക്ക് ആ ശീലം മാറ്റുകയാണ് ചെയ്യുക. അല്ല ഈ കുട്ടി വാ തുറന്നു തന്നെയാണ് ഉറങ്ങുന്നതെങ്കിൽ കുട്ടികൾക്ക് മുമ്പിലെ മോണകൾക്ക് ഒരു ബ്ലാക്ക് കളർ വ്യത്യാസം വരും. അതേമാതിരി തന്നെ മുഖം നീണ്ടു വരും. അതേമാതിരി തന്നെ അവർക്ക് ബെഡിൽ മൂത്രം ഒഴിക്കുന്ന ശീലം കൂടുതലുണ്ടാകും. പല്ലുകൾ പൊന്തി വരും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് വാ തുറന്ന് ഉറങ്ങുന്ന കുട്ടികൾക്ക്. അപ്പൊ ഇതിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. പിന്നെ കുട്ടികൾക്ക് പലർക്കുള്ളൊരു സംശയമാണ്, കുട്ടികൾക്ക് പല്ല് പൊന്തി വരുമ്പോൾ ട്രീറ്റ്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പല്ലുകൾ കൂടി നിൽക്കുമ്പോൾ എപ്പോഴാണ് ട്രീറ്റ്മെന്റ്. 12 വയസ്സ് വരെ കാത്തിരുന്നിട്ട് പിന്നെ മുത്തൊട്ടിച്ചിട്ടാണ് ചെയ്യുക, അത് എപ്പോഴാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് വായിലെ പല്ലുകൾ പൊന്തിയിരിക്കുക. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പോഴത്തെ പുതിയ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് എപ്പോഴാണോ കുട്ടിക്ക് പല്ല് പൊന്തുന്നത് കാണുന്നത് അപ്പോൾ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലേ ഭാവിയിൽ ഇനിയിപ്പോൾ നമ്മൾ മുട്ടൊട്ടിച്ചാൽ കൂടി അതിൻ്റെതായ കംപ്ലീറ്റ് ഒരു വൃത്തി അല്ലെങ്കിൽ പെർഫെക്ഷനോ കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഈ വായൽ അല്ലെങ്കിൽ കുട്ടിയുടെ ചുണ്ടുകൾ തമ്മിൽ കൂടുന്നില്ല അല്ലെങ്കിൽ പല്ലുകൾ പൊന്തുന്നുണ്ടെന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കൊടുന്ന് കാണിച്ച് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ തന്നെ ആ പ്രായത്തിൽ കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏതാണോ അത് ചെയ്തു കൊടുക്കണം. പിന്നെ വേറെ ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധയിൽ ഈ പ്രാക്ടീസിനിടെ ഞാൻ ശ്രദ്ധിച്ചത്, പലരും വിചാരിക്കും പിന്നിലുള്ള പല്ലുകൾ പോയി വന്നിട്ടാണ് കുട്ടികൾക്ക് സ്ഥിരമായിട്ടുള്ള പല്ലുകൾ വരാൻ തുടങ്ങുന്നത്. അങ്ങനെയല്ല, 6-ാം വയസ്സാവുമ്പോൾ അവർക്ക് പിന്നിൽ ഒരു അണപ്പല്ല് ഒറ്റക്ക് വരും. അത് പല രക്ഷിതാക്കളും വിചാരിക്കും അത് പോകാനുള്ള പല്ലാണെന്ന്. അപ്പൊ പല്ലിന് കേടുള്ള കുട്ടികൾക്ക് ആ പല്ല് പെട്ടെന്ന് കേടുവരും ചെയ്യും. അപ്പൊ 6 വയസ്സാകുമ്പോൾ കുട്ടിക്ക് പിന്നിൽ ഒരു പല്ല് വരുന്നത് അതൊരിക്കലും പോവാത്ത നമ്മളുടെ ഒരു അണപ്പല്ലാണ്. അപ്പൊ നമ്മൾ പോകുമെന്ന് വിചാരിക്കുന്ന പല്ലല്ല അത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 6 വയസ്സ് കഴിയുന്ന കുട്ടികൾക്ക് പിന്നിലുള്ള അണപ്പല്ലിന് എന്തെങ്കിലും കേടുകളുണ്ടോന്ന്. ആ അണപ്പല്ല് കുട്ടികളുടെ എല്ലിന്റെ വളർച്ചയ്ക്കും ബാക്കിയുള്ള പല്ലിന്റെ വളർച്ചയ്ക്കും നിർബന്ധിതമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് കേടുവരുത്താതിരിക്കുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഉടനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുട്ടികൾക്ക് പല്ലിന് കേട് വന്നു തുടങ്ങുന്നു കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു കറുത്ത മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കൊടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യിക്കുക. അല്ലാതെ വേദനക്ക് കാത്തു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസന്റെ ചെലവും ഉണ്ട്, സമയത്തിന്റെ ചെലവും കൂടും, കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്, ചെയ്യുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വേദന എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടി ഒരിക്കലും കാത്തിരിക്കരുത്. എത്ര നേരത്തെ വന്ന് ചെയ്യുന്നോ അത്രയും സമയവും പൈസയും എല്ലാം ലാഭിക്കാം നമുക്ക്. കുട്ടികൾക്ക് വേദന കാത്തിരിക്കരുത്. പല്ലിന് കേടുണ്ട് പക്ഷെ വേദന ഇല്ലാത്തതുകൊണ്ടാണ് വരാത്തതെന്ന് പലരും പറയലുണ്ടായിരുന്നു. അപ്പോൾ വേദനയോ നീരോ വരാൻ ഒരിക്കലും കാത്തിരിക്കരുത്. എപ്പോഴാണോ കേട് കാണുന്നത് അപ്പൊ തന്നെ ഉടനെ കൊടുന്ന് ചെയ്യിക്കുക. അല്ല, നമുക്ക് കണ്ടുപിടിക്കാത്ത കാര്യങ്ങളാവുമ്പോൾ ഉടനെ വന്ന്
എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാസത്തിൽ കൊല്ലത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റൽ ചെക്കപ്പ് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ നിർബന്ധമാണ്. കാരണം അവരുടെ ഒട്ടുമിക്ക കുട്ടികൾക്കും പല്ലിന്റെ ഒന്നെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ പല്ലിന് കേട് ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക കുട്ടികൾക്കും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡെന്റൽ ചെക്കപ്പ് എപ്പോഴും വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നിർബന്ധിതമായി വെക്കുക. ഇതൊക്കെയാണ് പല്ലിനെ സംബന്ധിച്ച് ചെയ്യാനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി സംശയമുള്ളവർക്ക് മൈക്കിൽ വന്നിട്ട് ചോദിക്കാൻ പറ്റുന്നവർ മൈക്കിൽ വന്നിട്ട് ചോദിക്കാം, അല്ലാത്തവർക്ക് PM ചെയ്യാം. ഏതായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം ഡോക്ടറോട്. നമ്മൾ സ്വാഭാവികമായിട്ടും ആരും ചോദിക്കണമെന്നല്ല ഏതായാലും, അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കാം. കാരണം എന്റെ മോന് ഇപ്പൊ ഏകദേശം 4 വയസ്സായി. അപ്പൊ അവന്റെ മുന്നിലത്തെ പല്ലിന് വിടവ് കാണുന്നുണ്ട്. അപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഈ പല്ലിന് ചികിത്സ തേടണോ അതോ വരുന്ന പല്ലുകൾ അത് വിടവുണ്ടെങ്കിൽ മാത്രം ചികിത്സിച്ചാൽ മതിയോ എന്നാണ് എന്റെ സംശയം. അതായത് മോൻക്ക് ഇപ്പോ മുന്നിലത്തെ പല്ലിന് വിടവ് കാണുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇപ്പോൾ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ അതോ നമ്മൾ സ്വാഭാവികമായിട്ട് പോയിട്ട് വരുന്ന പല്ലുകളാണ്, ആ പല്ല് വന്നതിന് ശേഷം ചികിത്സ തേടിയാൽ മതിയോ? എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ പല്ലിന് എപ്പോഴും വിടവുകൾ ഉണ്ടാവും. അതായത് ഒരു സ്പേസ് എപ്പോഴും കുട്ടികളുടെ പല്ലിന് ഉണ്ടാവും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പല്ലുകൾ സൈസ് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ആ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥലമാണത്. അത് എല്ലാ കുട്ടികൾക്കും സ്വാഭാവികവും സാധാരണ രീതിയിലും കാണുന്നതാണ്. വിടവിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട. വിടവുള്ള കുട്ടികൾക്ക് ഭാവിയിൽ നല്ല പല്ലാവുമെന്നാണ് പറയുന്നത്. എത്ര വിടവ് കൂടുതലുണ്ടോ അത്രയും നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ 7 വയസ്സ് കഴിഞ്ഞ് മുമ്പത്തെ പല്ലുകൾ വന്ന് 8ാം വയസ്സിൽ അവരുടെ കോർണറിലുള്ള പല്ലുകൾ വന്നിട്ടും വിടവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം കുട്ടികൾക്ക് 9 വയസ്സാവുന്നവരെ നമുക്ക് കാത്തിരിക്കാം, മുമ്പത്തെ പുതിയ പല്ലുകൾ വരുന്നവരെ. എന്നിട്ടും വിടവുകൾ ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏതായാലും ബാക്കിയുള്ളവർക്ക് PM ചെയ്ത് ചോദിക്കാം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. തോട്ടക്കാട് സാഹിബ് മൈക്ക് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതായത് മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ ഡോക്ടർ ആസിഫ് സാഹിബ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് സാജിദ് അൽഹംദുലില്ലാഹ് ഫസ്റ്റ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അദ്ദേഹം സംസാരിക്കാമെന്നെത്തി ക്ലാസ് റൂമിലെത്തി. അൽഹംദുലില്ലാഹ് അല്പ സമയം സംസാരിച്ചു. ജസാക്കുമുല്ലാഹ് ഖൈർ. ഡോക്ടർക്ക് ക്ലാസ് റൂമിനെ പറ്റി കൂടുതൽ പരിചയം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കില്ല, എന്നാലും മറ്റുള്ള ഇതിൽ കാണുന്ന എല്ലാ ആളുകൾക്കും കേൾക്കാനും പറ്റും. അതുപോലെ ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ റേഡിയോ സംവിധാനം ഈ ബൈലക്സിൽ നമ്മൾ സംസാരിക്കുന്ന ശബ്ദം റേഡിയോയിലൂടെ കേൾക്കാൻ പറ്റും. അതുപോലെ ലൈവ് TV എന്നൊരു സംവിധാനം, മറ്റൊരു സംവിധാനമുണ്ട്. അതുപോലെ പിന്നീട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലും നമ്മുടെ അനുബന്ധ സൈറ്റുകളിലൊക്കെ പിന്നീട് അതിന്റെ റെക്കോർഡുകളും വരുന്നുണ്ട്. ഡോക്ടർ ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു, അതുകൊണ്ട് പരിചയപ്പെടുത്തിയതാണ്. അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. ഇനി സംശയമുള്ള ആളുകളൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് വരണം. പിന്നെ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ മുമ്പൊക്കെ കാണാത്ത പോലെ ഇപ്പോ ചെറിയ ചെറിയ കുട്ടികൾക്ക് പല്ലുകൾക്ക് കേടുവരും എന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ അവര് കഴിക്കുന്ന ചോക്ലേറ്റിന്റെയും അതുപോലെ മിഠായിയൊക്കെ തിന്നുന്നത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ചെറിയ ചെറിയ കുട്ടികൾക്ക് തന്നെ, ഇപ്പൊ എന്റെ മോന് 5 വയസ്സ് ആയിട്ടുള്ളൂ, പക്ഷെ എന്നിട്ട് പോലും ഒരു പല്ല് പിന്നെ വേദന എന്ന് പറഞ്ഞ് ചില സമയത്തൊക്കെ കരയാറുണ്ട്. അപ്പൊ അത് ചെറിയ ചെറിയ കുട്ടികളിൽ പോലും ഇപ്പോ പല്ലിന് കേടായിട്ടാണ് കാണുന്നത്.
അതുപോലെ തന്നെ ചെറിയ 2 വയസ്സും 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പല്ല് മുന്നിൽ പല്ലുകളൊക്കെ കേടായിട്ട് കാണുന്നു. അത് ഈ നമ്മൾ അവര് കഴിക്കുന്ന മിഠായിയുടെ ഒക്കെ പ്രശ്നങ്ങളാണോ അതോ അല്ല വേറെ വല്ല ആഹാരത്തിലെയോ മറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അതേ കുറിച്ചൊന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചാലും. ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കൂടുതലും കുട്ടികളിൽ കാണുന്നുണ്ട്. അത് ഒന്നാമത്തത് ഒരു കാര്യം ഭക്ഷണ രീതികളും ഇപ്പോഴുള്ള ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളുമാണ്. പക്ഷെ പല്ല് കേടുവരുന്നതിന് ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചിട്ടാണ് കൂടുക. അത് നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളിലുള്ള ഒരു പ്രത്യേക തരം പല്ല് കേടുവരുത്തുന്ന ഒരു രോഗാണുണ്ട്. അത് മാതാപിതാക്കളുടെ വായിൽ കൂടുതലാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് പകരും. അത് പാല് വഴി അല്ലെങ്കിൽ ഉമിനീര് വഴി അങ്ങനെ വരും. അത് ഒരു ഫാക്ടർ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ മാതിരി തന്നെ ചെറുപ്പത്തിൽ തന്നെ പാല് കൊടുത്ത് ഉറക്കുക, അല്ലെങ്കിൽ 2 വയസ്സിൽ കൂടുതൽ അല്ലെങ്കിൽ 1.5 വയസ്സിൽ കൂടുതൽ പാല് മാത്രം കൊടുത്ത് ശീലമാക്കുക. ചില കുട്ടികൾക്ക് 2-3 വയസ്സ് വരെ പാല് കൊടുക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ മധുരത്തിന്റെ അളവ് കൂടുതൽ ഒരു പരിധിക്ക് മേലെ കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക്. മൂന്നാമത്തെ കാര്യം, കുട്ടികളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വാ ശരിക്ക് കഴുകാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വെള്ളത്തിന്റെ അളവ് കുറവാണ്, അങ്ങനെയുള്ള കുട്ടികൾക്ക്. അതേമാതിരി തന്നെ പല്ലിൽ ചില കുട്ടികളുടെ പല്ലിന്റെ ഘടന തന്നെ ഭക്ഷണം അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കും പെട്ടെന്ന് പല്ലുകൾ കേടുവരാനൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിന് കേട് ആദ്യം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഫസ്റ്റത്തെ മുമ്പിൽ നമ്മൾ കാണുന്ന പല്ലുമ്മ തന്നെയാണ് അത് കേട് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരിക്കൽ കേട് വന്നു കഴിഞ്ഞു തുടങ്ങിയ അതിന്റെ അർത്ഥം ആ രോഗാണു വായയിൽ കൂടുതൽ കൂടിക്കൂടി വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ രോഗാണുവിനെ കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ കേട് കാണുമ്പോൾ തന്നെ അത് അടച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം ഭക്ഷണം, അതേമാതിരി തന്നെ മധുരം, അതൊക്കെ നിയന്ത്രിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള പല്ലിനെ തടയാൻ പറ്റുക കേട് വരുന്നതിൽ നിന്നും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പല്ല് ഒരൊറ്റ പല്ല് കേട് വരുന്നത് കാണുമ്പോൾ തന്നെ ഡോക്ടറെ കൊടുന്ന് കാണിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് ബാക്കിയുള്ള പല്ലുകൾ ഒരു റെഗുലർ ചെക്കപ്പ് വെക്കുക. വേദന എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കരുത്. അത് നമ്മളുടെ കുട്ടികൾക്ക് പല്ല് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ കുട്ടികൾക്കൊരു പല്ലിന് കേടുണ്ട് അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ടെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഹോളിലേക്കാണ് ഭക്ഷണം പോകുന്നത്. ഇപ്പോൾ കുട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ അംശം ആ ഹോളിൽ പോയിരിക്കും. വീണ്ടും ഉച്ചക്ക് കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ഒരു പാട്ട്, അങ്ങനെ ആ ഹോളിൽ ഭക്ഷണം ഇരിക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെയാണ് പുതിയ പല്ല് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഭക്ഷണം അവിടെ ഇരുന്ന് നീര് വരുമ്പോൾ ആ പുതിയ പല്ല് ഉണ്ടാവുന്നത് കൂടി കേട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ കേട് കാണുമ്പോൾ തന്നെ കൊടുന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പല്ലുകൾ എല്ലാ 6 മാസം കൂടുമ്പോഴും കൊടുന്ന് ചെക്കപ്പിന്. ഒരിക്കലും വേദനക്കും ഇതിനും പല്ലിന് ഒരിക്കലും കേട് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നേരെ ആവില്ല ഒറ്റക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഉള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് എപ്പോഴും ഒരു ഇടവേള നിർബന്ധമായിട്ട് വെക്കും. ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അത് എന്ത് ഭക്ഷണമായാലും ശരി, അതിൽ 2-3 മണിക്കൂർ, മധുരം ഉള്ളതായാലും ശരി ഇല്ലാത്തതായാലും ശരി, ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നത് പാടുള്ളൂ. എപ്പോഴും വാ കഴുകിക്കണം, നല്ല വെള്ളം കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ശ്രദ്ധിക്കണം. ഏതായാലും നമുക്ക് 1-2 PM വന്നിട്ടുണ്ട്. ആദ്യത്തെ PM ചോദിക്കുന്നത്, കുട്ടികളിൽ ആണെന്ന് തോന്നുന്നു റൂട്ട് കനാൽ ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സൈഡ് ഇഫക്റ്റ് എന്തുണ്ടോ എന്നാണ് ഡോക്ടറോട് ചോദിക്കുന്നത്. റൂട്ട് കനാൽ സംബന്ധമായിട്ട് എന്താണ് അത് ചെയ്താലുള്ള ബുദ്ധിമുട്ട്, ഏതെങ്കിലും ഭാവിയിൽ ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നുള്ളത്. നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത് കുട്ടികൾക്ക് ഒരിക്കലും വേദനയോ നീരോ വന്നു കഴിഞ്ഞ്
ഒരു 5-6 വയസ്സിൽ കുട്ടികൾക്ക് വേദനയോ നീരോ വരികയാണ്, അല്ലെങ്കിൽ 1-2 വയസ്സ് മുതൽ തന്നെ ഏതെങ്കിലും പല്ലിന് നീരോ വേദന വരുമ്പോൾ, ഈ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം പല്ലിന്റെ ഉള്ളിലുള്ള നരമ്പ് കേടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണ്. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് ആ ഉള്ളിൽ കേടുവന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഒരു മരുന്ന് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ മരുന്ന് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അങ്ങനത്തെ മരുന്നുകളാണ്. അപ്പോൾ അത് ബോഡിയിൽ തന്നെ അലിഞ്ഞു പോകും. പല്ല് പോകുമ്പോൾ അത് സാധാരണ രീതിയിൽ പോവുകയും ചെയ്യും. ജസ്റ്റ് വലിയൊരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണെങ്കിൽ പോലും നമ്മൾ ഫൈനലായിട്ട് ഒരു മരുന്ന് മാത്രമാണ് വെക്കുന്നത്. ഈ മരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വീണ്ടും അവിടെ ഒരു ഇൻഫെക്ഷൻ വരാതെ നോക്കുക, ഒപ്പം തന്നെ പല്ലിനെ അവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം റൂട്ട് കനാലിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അത് ചെയ്യാതെ ഇരിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് അത് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു പ്രത്യേക തരം സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ നല്ലൊരു ഹെൽത്തി പേഷ്യൻസിലില്ല. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യാതെ നോക്കുക. ബാക്കിയുള്ള സാധാരണ നല്ല ആരോഗ്യവാന്മാരായ കുട്ടികൾക്ക് റൂട്ട് കനാൽ ചെയ്യുന്നത് ഒരു തെറ്റുമില്ല. ആ പല്ല് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നിലനിർത്താം. സുഹൃത്തിന്റെ സംശയം ദൂരീകരിച്ചെന്ന് തോന്നുന്നു. അടുത്ത PMലേക്ക് നമുക്ക് പോവാം. അതായത് ആദ്യ വളർച്ച കൂടുതലുണ്ടെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നല്ലത്? താടിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക തോന്നുന്നത്. താടി വളർച്ച കൂടുതലുണ്ടെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നല്ലത് എന്നാണ് ചോദിക്കുന്നുള്ളത്. ഈ താടി വളർച്ച കൂടുതൽ കാണുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 2 വിഭാഗക്കാരാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലൊരു പാരമ്പര്യം ഉണ്ടാവും. വീട്ടിൽ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉപ്പാക്ക് അങ്ങനെ എന്തെങ്കിലും ഈ താടി കുറച്ച് നീണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പാരമ്പര്യമാണ്. അത് നമ്മൾ കുട്ടികളുടെ രക്ഷിതാക്കളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ, ഈ മുഖത്ത് കാണുന്ന ഈ താടിന്റെ വളർച്ച കൂടുതൽ ആർക്കെങ്കിലും ഉണ്ടോ. അങ്ങനെ അവരൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാത്ത രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതിന്റെ കാരണമെന്ന് കണ്ടുപിടിക്കണം. ചില കുട്ടികൾക്ക് തുറന്നുറങ്ങുന്ന കുട്ടികൾക്ക് താടി വളർച്ച കൂടുതലുണ്ടാവും താഴോട്ട്. അപ്പം ആ ശീലം ഒഴിവാക്കുമ്പോൾ അതിനനുസരിച്ച് നോർമലാവും. പിന്നെ ഇതിന് കൃത്യമായിട്ട് അതിന്റെ ഒരു എക്സ്റേ ഉണ്ട്. അതെടുത്ത് നമ്മൾ കറക്റ്റ് നോക്കും. കുട്ടിക്ക് മേലത്തെ എല്ലിനനുസരിച്ചിട്ടാണോ താഴത്തെ എല്ല് അത് കൂടുതലാവുന്ന കേസിൽ നമ്മളൊരു കപ്പ്, അതിന് ചിൻ കപ്പ് എന്നാ പറയാ, അത് ഇട്ടിട്ട് കുട്ടിന്റെ വളർച്ച ഒന്ന് മറ്റേ ഇതിനായിട്ട് ബാലൻസ് ചെയ്യിക്കുകയാണ് ചെയ്യാം. അത് ഏത് പ്രായത്തിലാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് കുട്ടികൾക്ക് ഈ താടി വളർച്ച കൂടുതൽ ഉണ്ടാകുന്ന സമയം. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു ഹിസ്റ്ററി പറയുന്ന കുട്ടികൾക്കും അല്ല, ഇങ്ങനെ മേലത്തെ എല്ലിനെ വെച്ച് നോക്കുമ്പോൾ താഴത്തെ എല്ല് കൂടുതലുള്ള കുട്ടികൾക്കും നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം കുട്ടിയെ കാണണം, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യുക. പിന്നെ വേറൊരു ചോദിച്ചേക്കുന്നത് ഡോക്ടർ സാജിദിന്റെ സർവീസ് എവിടെയെല്ലാം ലഭ്യമാണ് എന്നാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അവർക്കറിയാൻ വേണ്ടി ഡോക്ടറായിട്ട് ഭാവിയിൽ ബന്ധപ്പെടാൻ വേണ്ടിയായിരിക്കും. ഞാൻ എന്നും രാവിലെ തൊട്ട് 8 മണി മുതൽ 2 മണി വരെ ഞങ്ങൾ ഡോക്ടർ ആസിഫിന്റെ കൂടെ തന്നെ ഞങ്ങളിവിടെ ചട്ടിൽപ്പറമ്പ് ഒരു ഡെന്റൽ കോളേജ് ഉണ്ട്, എജിക്ക്, അവിടെ ഉണ്ടാവും. അവിടെ കുട്ടികളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ സർവീസ് രാവിലെ മുതൽ ഉച്ച വരെ എല്ലാ ദിവസവും ശനിയാഴ്ച തിങ്കൾ മുതൽ ശനി വരെ ഉണ്ടാകും. അല്ലാത്ത പക്ഷം പിന്നെ ഞാൻ പോകുന്നത് ക്ലിനിക്കുകളാണ്. അത് മലപ്പുറം ഒരു മിഡാക്ക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കുണ്ട്, കോട്ടക്കൽ ഒരു പ്രൈം ഡെന്റ് എന്ന് പറയുന്ന ക്ലിനിക്, തിരൂർ വേറൊരു ക്ലിനിക്കുണ്ട്, കൊണ്ടോട്ടി ഒരു സഹാറ ക്ലിനിക്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ മാത്രമേ ഞാൻ കാര്യമായിട്ട് പ്രാക്ടീസ് ഉള്ളൂ. അപ്പൊ എല്ലാ ദിവസവും രാവിലെ തൊട്ട് ഉച്ച വരെ ഇവിടെ, ഉച്ചയ്ക്ക് ശേഷം ഓരോ ദിവസവും ഓരോ ക്ലിനിക്കുകളിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ കുട്ടികളുടേതായ ഒരു വിഭാഗമുണ്ട്, അവിടുന്ന് ചെയ്യാം ട്രീറ്റ്മെന്റുകളെല്ലാം. ഇൻഷാ അല്ലാഹ്. പിന്നെ
വേറൊരു PM വന്നിട്ടുള്ളത് ഏതായാലും റേസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട് നാസർ സാഹിബ്. ഞാൻ ഏതായാലും മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ പഠനാർഹവും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായ ഒരുപാട് സംശയങ്ങളും അതുപോലെ തന്നെ മറുപടികളും ഒക്കെ ആയിട്ട് പോകുന്നു. ശുക്രൻ ജസാഖുല്ലാ ഡോക്ടർ സാഹിബ്. പിന്നെ ഞാൻ റൈസാൻഡ് ചെയ്തത് കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ ഏതായാലും സ്ഥലമടക്കമൊക്കെ കാണുന്നുണ്ട്, കാരണം മൈക്കിൽ അവിടെ പിന്നെ ലാപ്ടോപ്പിന്റെ മൈക്കിൽ നിന്ന് സംസാരിക്കുന്നു. പിന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, സ്ത്രീകളിലൊക്കെ അതുപോലെ ചെറിയ പെൺകുട്ടികളിലൊക്കെ പ്രായപൂർത്തി ആയ പെൺകുട്ടികളിലും അതിന്റെ മുമ്പൊക്കെയുള്ള പെൺകുട്ടികളിലൊക്കെ സാധാരണ കാണുന്ന ചില അപൂർവമായിട്ടൊക്കെ കാണപ്പെടുന്ന പിന്നെ താടി രോഗങ്ങൾ അതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാസർ സാഹിബിന്റെ മൈക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം കംപ്ലീറ്റ് ആയിട്ടില്ല. ഏതായാലും നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് വളരെ നല്ലൊരു മറുപടിയാണ് ഡോക്ടർ തന്നത്. ഏതായാലും ജസാക്കുമുല്ലാഹ് ഖൈർ. വളരെ നല്ല തൃപ്തികരമായ നല്ലൊരു മറുപടിയാണ് കിട്ടിയത്. ഏതായാലും നാസർ സാഹിബ് കേൾക്കുന്നതിൽ ഒന്നുകൂടി റിസൈൻ ചെയ്ത് വരികയും മൈക്കിൽ വരുന്ന ആളുകളുടെ ചോദ്യങ്ങൾക്കാണ് മുൻഗണന. അതുകൊണ്ട് തന്നെ ആളുകൾ മൈക്കിൽ വരാൻ പറ്റുന്ന ആളുകളൊക്കെ റൈസാൻ ചെയ്ത് തരണം. മൈക്കിൽ വരിക, മൈക്കിൽ വന്ന് ചോദിക്കുക. അപ്പോൾ മൈക്കിൽ വരെ റൈസാൻ ചെയ്താല് അവരുടെ ഇതിനാണ് നമ്മൾ മുൻഗണന നൽകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാളുകളും മൈക്കിൽ വരാൻ പറ്റുന്ന ആളുകളൊക്കെ റൈസാൻ ചെയ്ത് മൈക്കിൽ വന്ന് ചോദിക്കുക. ഡോക്ടർ നമുക്ക് വേണ്ടി സമയം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയൊക്കെ ഒഴിഞ്ഞ് ഫ്രീ ആയി നിൽക്കുന്ന സമയം ക്ലാസ് റൂമിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് എത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും പെട്ടെന്ന് തന്നെ മൈക്കിലേക്ക് വരാം. ഏതായാലും മജീദ് ആരിനെ എത്തിയിട്ടുണ്ട്. മൈക്കിൽ യൂസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ഡോക്ടർ, ബഹുമാനപ്പെട്ട ഡോക്ടർമാർക്ക് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ 30 ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, ഒരു 35 വയസ്സ് പ്രായമായപ്പോൾ ആ പല്ലുകളിൽ കറ വരുന്നുണ്ട്, കറുത്ത പാടുകളൊക്കെ ചുറ്റുഭാഗത്ത് വരുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് റിസീവ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരിമുസ്താദ് ചോദിച്ചത് ക്ലിയർ ഉണ്ടായില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് 35 വയസ്സായ ആളുകളിൽ കറ കണ്ടുവരുന്നു എന്നാണ് തോന്നുന്നു അല്ലെ? ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പല്ലുകളിൽ കറ കണ്ടുവരുന്നു, എന്താണ് അതിനുള്ള കാരണം എന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കഴിക്കുന്ന രീതി, ഭക്ഷണ രീതി ആണ് ഒന്ന് പ്രധാനമായിട്ടും വരുന്നത്. 2 രീതികളിൽ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും പല്ലിന് കറ വരാം. ഒന്ന്, പല്ല് വരുമ്പോൾ തന്നെ അതിന് കറ ഉണ്ടാവാം. അതിന് നമ്മൾ പല്ലിനുള്ളിൽ അത് വരുന്ന സമയത്തുള്ള കുഴപ്പം കൊണ്ട് ആയിരിക്കാം അധികപക്ഷം അങ്ങനെ വരുന്നത്. രണ്ടാമത് വരുന്ന കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഉള്ള പല കാരണങ്ങൾ കൊണ്ടും പല്ലിന് കറ വരുന്നത്. അതിൽ കൂടുതലുമായിട്ട് കണ്ടുവരുന്നത് ഈ പുകവലി, പാൻ മസാല അങ്ങനെ ഉപയോഗിക്കുന്ന ഉള്ള ആൾക്കാരുകളിലാണ് മെയിനായിട്ട് കറകൾ കണ്ടുവരുന്നത്. രണ്ടാമത് പിന്നെ ഈ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് നമ്മൾ ഈ ആയുർവേദ മരുന്നുകൾ, ലേഹ്യം അതുപോലുള്ള കഷായങ്ങൾ കുടിക്കുന്ന ആൾക്കാരുകളിലും പ്രത്യേകിച്ച് കറുത്ത രീതിയിലുള്ള കറ കണ്ടുവരാറുണ്ട്. വേറെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും മുൻഗണന കൊടുക്കുന്നത്
ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ്. അതിൽ കളറിംഗ് ഏജന്റ് അതുപോലുള്ള പല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും അതിൽ പലപ്പോഴും നമ്മൾ മായം, കളർ പോലത്തെ ഏജൻസ്, കളറിംഗ് ഏജൻസ് പോലത്തെ സംഭവങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഈ പെപ്സി, അതേപോലെ ഗ്യാസ് നിറഞ്ഞ സോഡകൾ പോലത്തെ ഈ വെള്ളങ്ങൾ കുടിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും അത് പല്ലിനെ ബാധിക്കുന്നുണ്ട്. അതിൽ വരുന്ന അസിഡിക് രീതികളിൽ തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടും അതിന് വരുന്നുണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ട്, ഈ എല്ലാം കാരണം കൊണ്ട് പല്ലിന് കളർ മാറ്റം കണ്ടുവരാറുണ്ട്. ഒന്ന്. രണ്ടാമത് പിന്നെ കണ്ടുവരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഈ വായിലുള്ള ഒരു തരം അണുക്കൾ അതിന്റെ എണ്ണത്തിൽ കൂടുതൽ കാരണം അത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഓറൽ ബാലൻസ്, നമ്മുടെ വായിൽ സാധാരണഗതിയിൽ തന്നെ എല്ലാ അണുക്കളും ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് അണുക്കളുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഈ അണുക്കൾ തമ്മിൽ ഒരു താരതമ്യ കൂട്ടത്തിലാണ് പോകുന്നത്. അത് മാറി അതിൽ നിന്ന് 2-3 അണുക്കൾ കൂടുമ്പോഴാണ് ഈ പല്ല് കേടുണ്ടാകുന്ന അണുക്കൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഈ കറകൾ കാരണങ്ങൾ ഉണ്ടാവാൻ വരുന്ന ഒരു തരം അണുക്കൾ ഉണ്ടാവാം. അത് കാരണം കൊണ്ടും സ്വാഭാവികമായിട്ടും പല്ലിന്റെ ബാക്ക് വശം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ അധികം കറകൾ ഉണ്ടെങ്കിൽ അതിന് ആദ്യ കാരണമായിട്ട് നമ്മൾ എടുക്കേണ്ടത് മിക്കവാറും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയാണെങ്കിൽ, നൈസായിട്ട് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കുക. വീണ്ടും ഒരു 2-3 മാസത്തിനുള്ളിൽ ഈ കറകൾ വരുന്നുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും ഈ അണുക്കളുടെ താരതമ്യം അവർ തമ്മിലുള്ള ആ ഒരു ബാലൻസ് ലോസ്റ്റ് ആയിട്ട് അത് കാരണം കൊണ്ട് വരുന്നതാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രോബയോട്ടിക്സ് എന്നൊരു നൂതന ഒരു ചികിത്സാ രീതിയുണ്ട്. നമ്മൾ അതിനെ അണുക്കളെ തന്നെ കൊടുത്തുകൊണ്ട് അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന രീതികൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് അതിൽ ആ ട്രീറ്റ്മെന്റ് വളരെ ഫലപ്രദമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു ക്ലിനിക്കിൽ പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. വീണ്ടും ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞ പോലെ വീണ്ടും കറകൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ചികിത്സാ രീതികളായിട്ട് മുന്നോട്ട് പോവാം. ഡയഗ്നോസ്റ്റാന്റെ സംശയം തീർന്നു എന്ന് തോന്നുന്നു. പിന്നെ വേറൊരു PM വന്നിട്ടുള്ളത്, എന്റെ പല്ല് മഞ്ഞ കളറാണ്, എനിക്ക് ആണെങ്കിൽ ഗ്യാസിന്റെ അസുഖം കൂടുതലുണ്ട്, ഇത് രണ്ടും വല്ല ബന്ധമുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികളിലെ ചികിത്സാ രീതികളാണ്. അത് സംബന്ധമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ PM ചെയ്ത ആ PM മുൻഗണന കൊടുക്കുന്നതായിരിക്കും. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികം നമ്മൾ ഈ ഒരു PMലേക്ക് വരുന്നതാണ്. സ്വാഭാവികമായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളെ വായിൽ നിന്ന് തുടങ്ങുന്ന ആ തൊലി, ഉള്ളിലത്തെ തൊലി, അത് നമ്മളെ വയറ്, അതുപോലെ തന്നെ ചെറുകുടൽ, വൻകുടൽ വഴി നമ്മൾ അത് എല്ലാം ഒരു ഇതിലേക്കാണ് വരുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ സ്വാഭാവികമായിട്ടും അതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മൾ വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഗ്യാസ് പോലത്തെ അസുഖം ഉണ്ടെങ്കിൽ, അത് വായിലുള്ള ആ ഒരു ബാലൻസ്, അതിന്റെ ഉള്ള എൻവയൺമെന്റ് അത് മാറിയിട്ട് സ്വാഭാവികമായിട്ടും അത് അസിഡിക് മീഡിയം ആയിട്ട് മാറാണ്. അത് കാരണത്തോണ്ട് ഗ്യാസോടുള്ള അധികം വരാറുള്ള തീർച്ചയായിട്ടും കണ്ടുവരുന്നതാണ്. പല്ലിന്റെ പിൻവശത്ത്, പ്രത്യേകിച്ച് മുൻപല്ലിന്റെ പിൻവശത്ത് അതിന് കളർ വ്യത്യാസം കണ്ടുവരുന്നത്. അത് കൂടുതലാണെങ്കിൽ അത് മുന്നിലത്തെ പല്ലിലേക്കും കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ചികിത്സ നമ്മൾ ആദ്യം എടുക്കണം. ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖത്തിനുള്ള ചികിത്സ നമ്മൾ ആദ്യം തേടുക. അതിനുവേണ്ടി ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് അതിന് വേണ്ടിയിട്ടുള്ള വരുന്ന ആൾക്കാരുകളുണ്ട്. ഇപ്പൊ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ വരുന്നുണ്ട്. അവരെ കണ്ട് അത് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതിന് ഒന്ന് ക്ലീൻ ചെയ്താൽ സ്വാഭാവികമായിട്ട് പോവും. ഒന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അത് കൺട്രോൾ ചെയ്യാണ്ട് നമ്മൾ ഇതിന് മാത്രം പല്ലിന് ക്ലീൻ ചെയ്താൽ മാത്രം അതിനൊരു പ്രതിവിധി ആവില്ല. കാരണം അത് തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. PM അയച്ച സുഹൃത്തിന് അത് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. പിന്നെ വേറൊരു സുഹൃത്ത് ഇവിടെ ഏതായാലും മൈതാരി ഉസ്താദ് ഒന്നുകൂടി റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾക്ക് പിന്നൊരു സംശയം പറഞ്ഞാൽ ഈ തണുപ്പും അതേപോലെ ചൂടും നമ്മൾ രണ്ടും കഴിക്കുന്നത് കൊണ്ട് നമ്മളെ പല്ലിന് വല്ല ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമോ? അതിന് വല്ല പ്രോബ്ലമുകളുണ്ടോ? ചൂടുവെള്ളം ഒരു സമയത്ത് ചൂടുവെള്ളം കുടിക്കുക, അതേപോലെ കുറച്ചും കഴിഞ്ഞിട്ട് തണുപ്പ് വെള്ളം കുടിക്കുക, അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ട് വരുമോ എന്നൊരു സംശയമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും നമുക്ക് അത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കുന്നത് പലരും കണ്ടുവരാറുണ്ട്. അത് നമ്മൾ പല്ലിനേക്കാൾ നമ്മുടെ ശരീരത്തിനെയാണ് അത് ബാധിക്കുന്നത്. പല്ലിന് നമുക്ക് അതിനൊരു സ്ട്രെങ്ത് കൂടുതലുള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് അതിനെ പല്ലിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കില്ല. പക്ഷെ നമ്മളെ ശരീരത്തിനെ കൂടുതൽ ബാധിക്കും. പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു ശീലം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പെട്ടെന്നുള്ള ആ ടെമ്പറേച്ചർ വ്യത്യാസം സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും അതിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ളത് നല്ലൊരു വ്യത്യാസം വരും. അതിന് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഇടവേള കൊടുത്തതിന് ശേഷം ചൂടുള്ളത് നമ്മൾ മധുരം ഇപ്പൊ ഐസ്ക്രീം പോലത്തെ കാര്യങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് ഒരു ഇടവേള കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അതുപോലുള്ള തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുക. ഇല്ലെങ്കിൽ തണുത്ത ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് രണ്ടും ഇടകലർന്ന് കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. നമ്മൾ പല്ലിനേക്കാൾ അത് ശരീരത്തിന് അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് നമ്മൾ അത് ഭക്ഷണം ദഹിപ്പിക്കുന്ന രീതിനെ വളരെയധികം അത് ബാധിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ കണ്ടുവരുന്നത്. അത് സ്വാഭാവികമായിട്ട് അത് ഒഴിവാക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഏതായാലും നമുക്ക് PMകളൊക്കെ ഏകദേശം തീർന്നു. ഏതായാലും മൈക്കിൽ ഏതായാലും അബ്ദുൽ ഉസ്താദ് റൈസൻ സുബൈർ ഉദാഹരണത്തിന് ഏതായാലും മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ സാഹിബിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ചെറിയ കുട്ടികളുടെയൊക്കെ പല്ലുകളിൽ നഷ്ടത്തെ പല്ലുകൾ മുഴുവനായിട്ട് ഇങ്ങനെ ഒരു കറുത്ത കളറായിട്ട് നിൽക്കുന്നുണ്ട്. അത് വരുന്നതിനുള്ള കാരണം, അത് കളയാൻ വേണ്ടി ഉള്ള കാരണം, പിന്നെ അതോടുകൂടെ ഈ ചോക്ലേറ്റ് പോലുള്ള ഐറ്റംസിലെല്ലാം ചോക്ലേറ്റ്, സാധാ മിഠായികൾ, ച്യൂയിംഗം, ഇതിൽ ഏത് ഐറ്റംസ് ആണ് കൂടുതലും പല്ലുകൾക്ക് ദോഷം വരുത്തുന്നത് എന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞായിരുന്നു. അതോടുകൂടെ പല്ലുകളുടെ ഏറ്റവും താഴ്ഭാഗത്ത് ഒരു വൈറ്റ് സിമെന്റ് പോലെ ഒരു കട്ടങ്ങനെ ഇത് വരുന്നുണ്ട്. അതും എങ്ങനെയാണ് വരുന്നത് എന്നും അത് നീക്കം ചെയ്യാനുള്ള ഉപാധി കൂടെ ഒന്ന് പറഞ്ഞിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ പറഞ്ഞതുപോലെ ചോക്ലേറ്റ്, ചൂയിംഗം, മിഠായി, ഇതിലേതിനാണ് കൂടുതൽ പല്ല് കേട് വരുത്താനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടിപ്പിടിക്കുന്ന ചോക്ലേറ്റുകൾക്കാണ് കൂടുതൽ സാധ്യത കൂടുതൽ. ആ ഇനത്തിൽ പല്ലുകളെ കേടുവരുത്താനുള്ള സാധ്യത കൂടുതൽ. കുട്ടികൾക്ക് കാണുന്ന ഫ്രണ്ടിലുള്ള പല്ലുകൾക്കുള്ള കളർ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് കൊടുന്ന് ഒരിക്കൽ കാണിച്ച് അടക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിന്നിലുള്ള പല്ലുകൾ ആരോഗ്യത്തോടെ അല്ലേ എന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ മുമ്പത്തെ പല്ലുകളിലുള്ള ഈ രോഗാണുവാണ് പിന്നത്തെ പല്ലുകൾ കൂടി കേടുവരുത്തുന്നത്. മുന്നത്തെ പല്ലുകൾ 6 വയസ്സ് 7 വയസ്സാകുമ്പോൾ പറഞ്ഞ് പോകുമെങ്കിൽ പോലും പിന്നത്തെ പല്ലുകളാണ് ബാക്കിയുള്ള പല്ലുകൾ വരാനുള്ള ഒരു ഗൈഡായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു മതിൽ മതി. ആ പല്ലുമ്മ തട്ടിയിട്ടാണ് ബാക്കിയുള്ള പല്ലുകൾ നേരെ വരുന്നതും ചെരിഞ്ഞു വരുന്നതും ഒക്കെ. അപ്പൊ ആ പല്ലിന് കേടുവരുത്താതെ ഇരിക്കണമെങ്കിൽ മുന്നത്തെ പല്ലുകൾ കേടുവരാതെ നോക്കുക എന്നുള്ളതാണ്. മുന്നത്തെ പല്ലുകൾ കേടുവന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, പറ്റുകയാണെങ്കിൽ 5 വയസ്സിൽ കുറവാണെങ്കിൽ അത് അടച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള പല്ലുകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്.
രണ്ടാമത്തെ ചോദ്യം, കുട്ടികൾക്ക് താഴെ പല്ലിന്റെ താഴെയൊക്കെ കറ മാതിരി അല്ലെങ്കിൽ കട്ട മാതിരി കാണും. ഇത് ഭക്ഷണം ഇരുന്നിട്ടുണ്ടാവുന്നതാണ്. ആ ഒരു കട്ടയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണുകൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്. അതിന്മേലാവും ഏറ്റവും കൂടുതൽ രോഗാണു ഇരിക്കുന്നതും. അങ്ങനെ രോഗാണുകൾക്ക് ഒരു വീട് മാതിരിയാണ് ആ കട്ടകൾ ഇരിക്കുക. അതിന്മേൽ ഒരിക്കൽ ആ കട്ടകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗാണുകൾ ഇരട്ടിയായി വളർന്നുകൊണ്ടിരിക്കും. ഈ രോഗാണുകളാണ് പല്ലുകൾ കേടുവരുത്തുക. അപ്പം ചെയ്യാനുള്ളത് അത് ക്ലീൻ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ നിർബന്ധമായിട്ടും അങ്ങനെ കട്ടകൾ കാണുന്നുണ്ടെങ്കിൽ കൊടുന്ന ഒരിക്കൽ ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം. കുട്ടികൾക്ക് മോണന്റെ അസുഖവും അത് ഉണ്ടാക്കും. അപ്പം അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിന്മേൽ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പല്ലുകൾ കേടുവരാതിരിക്കാനാണ്. അത് കുട്ടികൾക്കായാലും ശരി മുതിർന്നവർക്കായാലും ശരി, ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരുന്നിട്ടുണ്ടാവുന്ന ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളർ കട്ട ആണ് ഈ രോഗാണുകൾ മോണാസുഖവും പല്ലിന് കേടുവരുത്തുന്നതുമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ക്ലീനാണ്. പല്ലിന്റെ ചുറ്റുപാടെല്ലാം ക്ലീൻ ആണെങ്കിൽ ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കൊടുന്നൊന്ന് ക്ലീൻ ചെയ്യിക്കുക. അബ്ദുള്ള സാഹിബിന് മൈക്ക് സൗണ്ട് വരുന്നില്ല, കേൾക്കുന്നില്ല. ഒന്ന് സൗണ്ട് മൈക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം, എന്നിട്ട് മൈക്കിലേക്ക് വരാം. നമുക്കൊരു PM ഉണ്ട്, അത് വായിക്കാം. താടി വളർച്ച ഡോക്ടർ നേരത്തെ പറഞ്ഞ താടി വളർച്ച കൂടുതലുണ്ടെങ്കിൽ ആക്ച്വലി ഏത് സെക്ഷൻ ഡോക്ടറെയാണ് കാണിക്കുക? അതായത് പിള്ളേരെ വകുപ്പിലുള്ളവരാണ് പീരിയോഡോണ്ടിസ്റ്റിലാണോ, അതോ മോന സംബന്ധമായിട്ടുള്ള പീരിയോഡോണ്ടിസ്റ്റിലാണോ, അതോ കമ്പി എന്ന രീതിയിലുള്ള ഓർത്തഡോണ്ടിസ്റ്റുകളാണോ കാണിക്കേണ്ടത് എന്നാണ് ചോദ്യം. പത്ത് വയസ്സിൽ കുറവാണെങ്കിൽ അത് പീരിയോഡോണ്ടിസ്റ്റിനെ തന്നെയാണ് കാണിക്കേണ്ടത്. ഇൻ കേസ് കുട്ടികൾക്ക് ആൺകുട്ടികളെ സംബന്ധിച്ച് 13 വയസ്സ് വരെ അവരുടെ താടി വളർച്ച നമുക്ക് ഇതേമാതിരി പറഞ്ഞ കപ്പ് അങ്ങനത്തെ അത് വളർച്ച തടയാനുള്ള ചിൻകപ്പ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് ചെയ്യാം. പെൺകുട്ടികളെ സംബന്ധിച്ച് 11 മുതൽ 12 വയസ്സ് വരെ അത് പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞ് കുട്ടിക്ക് 13 വയസ്സായി എല്ലാ പല്ലുകളും പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സർജിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ അത് സർജറി ചെയ്ത് മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ഇതേമാതിരത്തെ എല്ലിന്റെ അസുഖങ്ങൾ ചികിത്സിക്കാൻ ഏറ്റവും നല്ല സമയം 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ്. അതിലാണ് ഈ കുട്ടികൾക്ക് ഒരുപാട് മുഖത്ത് എല്ലുകൾ സംബന്ധിച്ചമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും വേഗത്തിലും ഏറ്റവും വൃത്തിയിലും കറക്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായതുമായ സമയം എന്ന് പറയുന്നത് 7 മുതൽ 12 വയസ്സ് വരെയാണ്. അതിന് കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള 13 വയസ്സ് മുതൽ നിങ്ങൾ പിന്നെ ഒരു ഓർത്തഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പല്ല് കെട്ടുന്ന വിഭാഗക്കാരെയാണ് കാണിക്കേണ്ടത്. അവർ തീരുമാനിക്കും കുട്ടിക്ക് സർജറി വേണോ അതോ ക്ലിപ്പ് ഇട്ടാൽ ശരിയാവുമോ എന്നുള്ളത്. ഒട്ടുമിക്ക കേസിലും പിന്നെ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റിലേക്കാണ് നമ്മൾ പോവുക. അപ്പൊ കുട്ടികൾക്ക് വളരുന്ന പ്രായത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സർജറി ഒഴിവാക്കാം. ഭാവിയിൽ ഒരു സർജറി ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സംശയമുണ്ട് കുട്ടിക്ക് വളർച്ചയിൽ മുഖം നീണ്ടിരിക്കുന്നു അല്ലെങ്കിൽ താടി വളരുന്നുണ്ട് അല്ലെങ്കിൽ മേലത്തെ എല്ലിനൊരു
കമ്മിയുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് കൊടുന്ന് കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക, സംശയം ഒന്ന് മാറ്റുക. നമുക്ക് അങ്ങനെ പുറത്തൊരാൾ പറയാൻ കാത്തിരിക്കുക, അല്ലെങ്കിൽ 13 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. പിന്നെ അതൊരു സർജിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് വളരുന്ന പ്രായത്തിൽ നമുക്ക് ചെലവും കുറവുമാണ്, കുട്ടികൾക്ക് കൂടുതൽ കംഫോർട്ടുമാണ്. അപ്പോൾ ഏറ്റവും നല്ല പ്രായം 12 വയസ്സ് വരെയാണ്. അത് കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഏത് സംബന്ധമായ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാവും നല്ലത്. ജസാക്കല്ലാഹു ഖൈർ. അതുള്ള സംബന്ധമായിട്ടുള്ള സംശയം തീർന്നു തോന്നുന്നു. വേറെ ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ മൈക്കിൽ വന്ന് ചോദിക്കാം. ഏതായാലും ഡോക്ടർ നമുക്ക് വന്നിട്ട് ഇത്ര നേരം സംസാരിച്ചു. വേറൊരു PM വന്നിട്ടുള്ളത് പല്ല് വന്നതിന് ശേഷം 15 വയസ്സായ ഒരു കുട്ടി അവർ പല്ല് വന്നതിൽ വെള്ള കളർ കണ്ടുവരുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാരണം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല്ല് വരുമ്പോൾ ഉള്ള നിറം വ്യത്യാസമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ കണ്ടുവരുന്നത് ഒരു വെള്ള കളർ പല്ലിൽ കണ്ടുവരാറുണ്ട്. അതിന് ഒരു കാരണം മെയിനായിട്ട് വരുന്നത് പല്ല് വരുന്ന സമയത്ത് ആ കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അധികം പേര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാരണം കണ്ടുവരുന്നത് അതായത് കാൽഷ്യത്തിന്റെ കുറവ് കാരണം കണ്ടുവരാറുണ്ട്. അതാണ് ഒരു കാരണം വരുന്നത്. എല്ലാം ഉണ്ടെങ്കിൽ വേറൊരു കാരണം കണ്ടുവരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉമ്മമാർ ഗർഭിണിയായിരിക്കുമ്പോൾ കഴിച്ച മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും വരുന്ന പല്ലുകളിൽ ആ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്ന പല്ലുകൾ, കുട്ടികളിൽ വരുന്ന പല്ലുകളിൽ അത് കാണുവാനുണ്ട്. മെയിനായിട്ട് ഈ ഒരു 2 കാരണമാണ് നമുക്കത് വിലയിരുത്തേണ്ടത്. വെള്ള ഒരു നിറം വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാൽഷ്യത്തിന്റെ ഒരു കുറവാണ് വരുന്നത്. അപ്പോൾ ഈ വളർന്നു വരുന്ന പല്ലുകളിൽ നമ്മൾ ഈ ഒരു നിരനിരയായിട്ടാണ് പല്ലിന്റെ മേലെയുള്ള കോട്ടിങ് വരുന്നത്. ഈ കോട്ടിങ്ങിന്റെ സമയത്ത് കാൽഷ്യം കുറവാണ്. അതിൽ മെയിനായിട്ട് നമ്മുടെ പല്ലിൽ വരുന്നത് കാൽഷ്യമാണ്. അപ്പൊ ആ കാൽഷ്യത്തിന്റെ കുറവ് കാരണം അതിൽ സംഭവം വരുന്ന സമയത്ത് അത് മൊത്തമായിട്ട് കാൽഷ്യം വരാണ്ട് ഇടയ്ക്ക് ചില ഭാഗത്ത് ഒരു വെള്ള കുത്ത് പോലെ അതിന്റെ പോരായ്മ കാരണമാണ് അത് വരുന്ന സമയത്ത് അത് ഉമിനീരായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു വെള്ള നിറമായിട്ട് പുറത്തേക്ക് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മരുന്ന് കഴിച്ചിട്ട് അതിന് സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നിട്ടുണ്ടെങ്കിൽ അതിന് മേലെ ഒരു വെള്ള കുത്ത് പോലെ ഉണ്ടാവും, അടിയിൽ കറുപ്പ് ആയിട്ട് ഒരു ബാൻഡ് പോലെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 രീതിയിലും നമ്മൾ അത് ക്ലീൻ ചെയ്താലോ കാര്യങ്ങൾ അത് പോകാറില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല ഒരു വ്യത്യാസമുണ്ട് കുട്ടിക്ക്. അതുകൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അത് വളർന്നു വരുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെറാമിക് വിനീറിങ് അല്ലെങ്കിൽ അതിന്റെ മേലെ കോമ്പോസിറ്റ് പോലത്തെ നമുക്ക് പല്ലിന്റെ കളർ നിറത്തിലുള്ള സംഭവം വെച്ചിട്ട് അത് അടക്കാൻ പറ്റും. അതിന് നമ്മൾ മേലത്തെ ഒരു കോട്ടിങ്, പല്ലിന് ചെറിയൊരു കോട്ടിങ് ചെറിയ രൂപത്തിൽ എടുത്തു മാറ്റിയിട്ട് അവിടെ പല്ലിന്റെ അതേ നിറത്തിലുള്ള സിമെന്റ് പോലത്തെ ഇത് വെച്ചിട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പല്ലിന്റെ കളർ തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മുന്നിലത്തെ പല്ലിൽ നിന്ന് നമുക്കത് മാറ്റാൻ പറ്റും. ഈ വേറൊരു കാര്യം, ഇങ്ങനത്തെ പല്ലുകൾ പ്രത്യേകിച്ച് വരുമ്പോൾ അത് കേടാവാനും സ്വാഭാവികമായിട്ട് അതിന്റെ ബലം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അത് പൊടിഞ്ഞു പോകാനും കേടാവാനും വളരെ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഒരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ടിയുള്ള ചികിത്സ നമ്മൾ എത്രയും പെട്ടെന്ന് തരണം. അല്ലെങ്കിൽ അത് ഭാവിയിൽ അതിരിക്കും തോറും പല്ല് പൊടിഞ്ഞു പോയി പിന്നെ അത് പല്ല് എടുത്തു മാറ്റേണ്ടി വരും. എടുത്തു മാറ്റിയിട്ട് പിന്നെ അത് വേറെ സെറ്റ് പല്ലോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്കത് ബാക്കിയുള്ള ട്രീറ്റ്മെന്റിലേക്ക് നമുക്കത് പോകേണ്ടി വരും. ഏതായാലും സംശയം മാറി എന്ന് വിചാരിക്കുന്നു. ഏതായാലും ബാക്കി ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മൈക്കിൽ വന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ PM ചെയ്യാം. ഏതായാലും ഞാൻ
മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടറെ, കുട്ടികളെ കുറിച്ചുള്ള എൻ്റെ ഒരു സംശയത്തിന് വേണ്ടിയാണ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പല്ല് കെട്ടിയിരുന്നു. അപ്പോൾ അന്നൊരു വർഷത്തോളം അത് കെട്ടിയിട്ട് പിന്നെ അതിന് ശേഷം ഒരു ക്ലിപ്പ് കുറച്ചു കാലം യൂസ് ചെയ്തുള്ളൂ. അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴും അതിന്റെ ഗ്യാപ്പ് ഫുള്ളായിട്ട് അങ്ങോട്ട് അടഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ സാധാരണ ഒരു പ്ലെയിൻ ക്ലിപ്പ് വാങ്ങി ഇടുന്നുണ്ട്. നൈറ്റ് കിടക്കുമ്പോൾ എല്ലാം ഇടുന്നുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും പല്ല് അകന്നു പോവുകയാണ്. കുറച്ച് ദിവസം അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെല്ലാം ഗ്യാപ്പ് വീണ്ടും വരുന്നുണ്ട്. അത് കണ്ടിന്യൂ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അത് വീണ്ടും ആദ്യത്തെ പോലെ കെട്ടന്നെ വേണോ അതോ ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ട് മതിയാവോ എന്നുള്ളതിനാണ് എന്റെ സംശയം. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുബൈർ സാഹിബ് ചോദിച്ച പോലെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കമ്പി, അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്പി ഇട്ടതിന് ശേഷം ഒരു 1.5 കൊല്ലം 2 കൊല്ലം ഇട്ടതിന് ശേഷം പല്ല് ഒരു നിരയിലേക്ക് കൊണ്ടുവന്നാൽ അത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലിനെ നമ്മൾ അത് മാറ്റി ആ ഒരു പല്ലിന്റെ ക്രമത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എല്ലിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട്, അത് ഊരി കഴിഞ്ഞിട്ട് വേറെ ഒരു റീറ്റെയിനർ പോലത്തെ രാത്രി കാലങ്ങൾ ഇടണം, ഇല്ലെങ്കിൽ 24 മണിക്കൂർ ഇടണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഊരി വെക്കാവുന്ന രീതിയിൽ ഡോക്ടർമാർ പ്രത്യേകിച്ച് അത് തരാറുണ്ട്. ഒരു 6 മാസം 9 മാസം വീണ്ടും അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും കണ്ടുവരുന്ന പല ആളുകളും അത് ഉപയോഗിക്കാൻ മടിക്കാറുണ്ട്, വിസമ്മതിക്കാറുണ്ട്. അതിന്റെ കാരണം കൊണ്ട് തന്നെ അവർ ഈ 1.5 കൊല്ലം അല്ലെങ്കിൽ 2 വർഷം ഇത്രയും കഷ്ടപ്പെട്ട് അവർ ഇട്ട കമ്പി പലപ്പോഴും അത് സ്വാഭാവികമായിട്ടും അതിന് നിൽക്കാറില്ല. പല്ല് തിരിച്ച് അത് പഴയ രൂപത്തിലേക്ക് എത്തും. സ്വാഭാവികമായിട്ട് പല്ല് ഉന്തിയോർ കാണുന്നുണ്ടെങ്കിൽ അവരെ വായിലുള്ള ഒരു പല്ല് എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മൾ ആ പല്ലിനെ കൊണ്ടുവരാൻ ശ്രമിക്കാറ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പല്ല് എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു കമ്പി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് പല്ല് പഴയ രൂപത്തിലേക്ക് പോകാനുള്ള ശ്രമം വളരെ അധികമാണ്, അതിനുള്ള മൂവ്മെന്റ്. കാരണം നമ്മൾ എല്ല് ആ സമയത്ത് ഉറച്ചിട്ടില്ല. അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കമ്പി ഇടാൻ പറയുന്നതും അത് ഇട്ടിട്ട് അതിന് റീറ്റെയിനർ എന്ന് പറയുന്നത്. റീറ്റെയിനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അതിനെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിന് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ അത് പിടിച്ചു നിർത്തേണ്ട. ആ പല്ലിനെ പിടിച്ചു നിർത്തി ആ എല്ല് അവിടെ ഉറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു 6 മാസം മുതൽ 9 മാസം വരെയാണ് സാധാരണഗതിയിൽ നമ്മൾ അത് ഇടാറുള്ളത്. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര മതിയാവും. ഇല്ലെങ്കിൽ അത് വീണ്ടും ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയോടും സാഹിബ് ഒന്നുകൂടി ഒരു ഡോക്ടറെ കണ്ട് അത് വീണ്ടും ഫിക്സ്ഡ് ഇട്ടേണ്ടി വരുമോ എന്നുള്ളത് നമ്മുടെ അഭിപ്രായം എടുക്കേണ്ടി വരും. കാരണം ആ പല്ലുകൾ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളത് മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പല്ല് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റീറ്റേൺ റിട്ട തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് ഉള്ള ഭാഗത്ത് നിർത്തി പിടിക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നാണ്. അപ്പൊ അത് പല്ല് നീക്കാൻ ഉള്ള ഒരു ഫോഴ്സ് അതിനില്ല. അപ്പോ പല്ല് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ഡോക്ടറെ കണ്ട് ചിലപ്പോൾ അത് ഇടേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു റീറ്റെയിനർ ചെയ്തിട്ട് അത് തിരിച്ച് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തേണ്ടി വരും. സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. വേറൊരു PM വന്നിട്ടുള്ള അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ മകന്റെ പല്ലുകൾ താഴത്തെ വരിയിൽ ഒരേ ലെവലിലല്ല, ഒരെണ്ണം മുമ്പിലും മറ്റേത് ബാക്കിലും തള്ളി നിൽക്കുന്നു. എന്താണ് ചെയ്യുക എന്നാണ് ഡോക്ടറുടെ ചോദ്യം. ചെറിയ രീതിയിലുള്ള തള്ളലും ഇതും ഒക്കെയാണ്. കാണുമ്പോൾ നമുക്ക് അത്ര ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് കടിക്കുമ്പോൾ 2 പല്ലുകൾ തമ്മിൽ കൂട്ടുമുട്ടുന്നില്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു പല്ലുകൾ തമ്മിലുള്ള ലെവലില്ലായ്മയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. അല്ല, കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് കുട്ടികളുടെ പല്ല് ഈ ലെവലിലല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പല്ല് കെട്ടുന്ന വിഭാഗമുണ്ട്, ഓർത്തഡോണ്ടിസ്റ്റ് എന്ന് പറയും, ആളെ കൊണ്ടുപോയി കാണിക്കുക. ഇതിന്റെ തൊട്ട് മുമ്പ് വന്ന സംശയം പല്ല് കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് അതേമാതിരി തന്നെ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഈ പല്ലിന് ഈ ലെവലില്ലാത്ത പല്ലുകൾക്ക് എന്ന് പറഞ്ഞ കൂടി നിൽക്കുന്ന പല്ലുകൾക്ക് എന്തായാലും പല്ലുകൾ എടുക്കേണ്ടി വരും. അപ്പൊ പല്ലുകൾ എടുത്തു കഴിയുമ്പോൾ അവിടെ ഗ്യാപ്പ് കൂടുതലാവും കുട്ടികൾക്ക്. പിന്നെ നമുക്ക് ഭാവിയിൽ ഒരു മോണക്കുള്ള ഒരു അസുഖം കൂടുതൽ, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. നമ്മൾ പല്ലിന് ക്ലിപ്പിട്ട് അല്ലെങ്കിൽ പല്ല് എടുത്തിട്ട് ക്ലിപ്പ് ഇടുക ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മോണക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ട്രീറ്റ്മെന്റുകൾ ചെറുതാണ്, ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ലെവലില്ലായ്മയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ പല്ല് പറിക്കാതെ ക്ലിപ്പിട്ട് ലെവലാക്കാൻ പറ്റുമോ എന്ന് മാക്സിമം നോക്കണം. പല്ലെടുത്ത് കെട്ടിക്കുന്നത് ആവശ്യമുള്ള കേസുകളിൽ മാത്രമല്ല, അതൊരു ചെറിയ ഒരു ലെവലില്ലാത്ത കേസുകളിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് രോഗികൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുക. അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും അവർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ട് മുമ്പത്തെ മെയിലിൽ ഒരു സുഹൃത്ത് ചോദിച്ച മാതിരി ഈ പല്ലുകൾ ഒരിക്കൽ കെട്ടിക്കഴിഞ്ഞാലോ എപ്പോഴും പിന്നോട്ട് തിരിച്ചു പോരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കാലാകാലം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ പരമാവധി നോക്കുക. എന്തായാലും ഒരു ഒപ്പീനിയൻ എടുക്കണം. 13 വയസ്സായ സ്ഥിതിക്ക് ആൺകുട്ടികൾക്ക് വളർച്ച 15 വയസ്സ് വരെയാണ്. അപ്പോൾ ഒരൊറ്റ വയറുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം ഒന്ന് വിടർത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെയും നോക്കാം. അപ്പോൾ 13 വയസ്സായിട്ടുള്ളെങ്കിൽ ഒന്നെങ്കിൽ ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ ഒന്ന് കാണിച്ചൊരു ഒപ്പീനിയൻ എടുക്കാം നമുക്ക്. ഏതായാലും PM ചെയ്യുന്ന സുഹൃത്തിന് അത് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു PM വന്നിട്ടുള്ളത് റൂട്ട് കനാലിനെ കുറിച്ചുള്ള സംശയമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കുറെ പ്രാവശ്യം പോകേണ്ടി വരുന്നത് എന്നാണ് ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ അടക്കുന്ന പോലെ അല്ല അടക്കുന്നത്. പലപ്പോഴും പല്ലിന് വേദന വന്നിട്ടുള്ള പല്ലുകളിലാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുന്നത്. അത് അങ്ങേയറ്റം പഴുപ്പ് എത്തിയതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ ഡോക്ടറെ സംബന്ധിക്കുന്നതും വേദന വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. നമ്മളെ പൊതുവെ ഉള്ള ജനങ്ങൾ സ്വാഭാവികമായിട്ട് പല്ലിന് വേദന വരുമ്പോൾ മാത്രമേ ഡോക്ടറെ കാണുള്ളൂ. അപ്പോൾ അത് ഒന്നുകിൽ പല്ലെടുക്കുകയോ അല്ലെങ്കിൽ റൂട്ട് കനാൽ വരെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പൊതുവെ ഇപ്പോൾ ഉള്ള രീതിയിൽ ചിലർക്ക് ചില കേസുകളിൽ നമുക്ക് അത് സിംഗിൾ സിറ്റിംഗ് RCT എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഉണ്ട്. അതായത് ഒരു ഒറ്റ ഇരുത്തത്തിൽ തന്നെ ആ പല്ല് റൂട്ട് കനാൽ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സിറ്റിങ്ങിലായിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെ വെച്ചാൽ ആദ്യത്തെ രീതിയിൽ നമ്മൾ മരുന്ന് കൊടുത്ത് ആ പല്ലിൽ ഉള്ള പഴുപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും. നമ്മൾ ആ പല്ല് അടയ്ക്കുന്നില്ല. ആ പല്ലിനെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ ക്ലീൻ ചെയ്തിട്ട് അതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അതിന്റെ പഴുപ്പ് പോകാനുള്ളതും വേദന പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നും കൊടുത്തിട്ടാണ് അതിന്റെ ആദ്യത്തെ സിറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. തുടർന്ന് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ അതില് ക്ലീൻ ചെയ്ത് അതിന്റെ വേരുകൾ ആണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വേരുകൾ എടുത്തു മാറ്റി, അത് കേടായ വേരുകൾ അതിൽ നിന്ന് എടുത്തു മാറ്റി അതിൽ നിന്നുള്ള അണുക്കളും കാര്യങ്ങളും മാറ്റി എന്നിട്ട് വീണ്ടും മരുന്ന് വെച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. മൂന്നാമത്തെ വരുമ്പോൾ മാത്രമേ നമ്മൾ അത് പൂർണ്ണമായിട്ടും അത് വെച്ചിട്ട് അതിൻ്റെതായ മെറ്റീരിയൽസ് വെച്ചിട്ട് സിമെന്റ് പോലത്തെ സംഭവങ്ങൾ വെച്ചിട്ട് അത് പൂർണ്ണമായിട്ട് അടക്കുന്നുള്ളൂ. ഇതിൽ ഒന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ 3 സിറ്റിങ്ങും നമ്മൾ തുടർച്ചയായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റൂട്ട് കനാൽ കിട്ടൂല, അല്ലെങ്കിൽ റൂട്ട് കനാൽ പൂർത്തിയാവുകയും ചെയ്യില്ല. പലപ്പോഴും ആൾക്കാർ ആ അപ്പോയിന്റ്മെന്റുകൾ മിസ് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം വേറെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡോക്ടറെ അടുത്ത് വരാത്ത ഒരു പ്രവണത പലപ്പോഴും പലരും കണ്ടുവരാറുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പല ക്ലിനിക്കുകളിലും കണ്ടുവരുന്നതാണ്. ഒരിക്കൽ വേറെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോകാറില്ല. അത് പിന്നെ പിന്നെ വീണ്ടും അടുത്ത വേദന വരുമ്പോൾ മാത്രമേ ഡോക്ടറെ അടുത്ത് പോകാം. കാരണം ആ പഴുപ്പ് അവിടെ ഇരിക്കുകയാണ്, അത് എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ
നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഈ 3 സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രണ്ടാഴ്ച വെയിറ്റിന് ശേഷം ആ പല്ലിന് അളവെടുത്തിട്ട് അതിന്റെ മേലെ നമ്മൾ ക്യാപ്പ് ഇടുന്നത്. ഏതായാലും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഏതായാലും അടുത്ത ഒരു PM ഉണ്ട്. പല്ലിന്റെ കറ എങ്ങനെ മാറ്റാം? സ്മോക്കിംഗ് ഇല്ല, ഡെയിലി 2 ചായ മാത്രം കുടിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ കുടിക്കുന്ന ചായയിൽ കെഫീൻ എന്നുള്ള ഒരു വസ്തു അടങ്ങിയതാണ് നമുക്ക് ഈ കറ തരുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് കട്ടൻ ചായ ആണെന്നുണ്ടെങ്കിൽ കറയുടെ അളവ് കൂടുകയും ചെയ്യും. എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കറ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്താൽ പോകാവുന്ന കറയുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും കറകൾ ഉണ്ടാവും. അത് നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും കാര്യങ്ങൾ ചെയ്താലും ഒരു പരിധി വരെ നമുക്ക് ബ്രഷിങ്ങിനെ കൊണ്ടും ഫ്ലോസിങ്ങിനെ കൊണ്ടും ഒരു പരിധി വരെ നമുക്ക് വൃത്തിയായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അതിന്റെ മേലെ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിന്റെ അതുകൊണ്ട് തന്നെ കറ ഉണ്ടാവും. പിന്നെ കറ ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ചായ കൂടി നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. വേറെ രീതി നമുക്ക് ക്ലീൻ ചെയ്യാം, പിന്നെ നമുക്ക് ചായ കൂടി നിർത്താം എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കുന്നതനുസരിച്ചിട്ട് നമ്മളത് 6 മാസം കൂടുമ്പോൾ ഇല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഏതായാലും അത് അതിന്റെ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. മെയിനായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നോക്കുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ പകുതി അസുഖങ്ങളും കറകളും മാറേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിന്റെ പിൻവശമാണ്. പല്ലിന്റെ പിൻവശത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് താഴത്തെ പല്ലിന്റെ പിൻവശം നമ്മൾ ക്ലീൻ ചെയ്യാൻ അത് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ തിരക്കിനടുത്ത് വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അത് കൂടുതൽ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യുക. അവിടെയാണ് അധികം കറ പെട്ടെന്ന് കണ്ടുവരുന്നുള്ളത്. വേറൊരു PM വരുന്നത്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. ക്യാപ്പിട്ട പല്ലിനും മോണയുടെ ഭാഗത്ത് ബ്ലാക്ക് കളർ വരുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ? ക്യാപ്പിട്ട പല്ലിന്റെ മോണയുടെ ചേരുന്ന ഭാഗത്ത് സ്വാഭാവികമായിട്ട് അത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ല് ഇടുന്ന ക്യാപ്പിട്ടതിന് ശേഷം അത് നമ്മൾ മോണയോട് ചേർന്നിട്ടാണ് അത് ഇടുന്നത്. അതിനുശേഷം ഈ പ്രത്യേകിച്ച് ഷുഗർ അതുപോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അതിന് മോണയോട് ചേർന്നിട്ട് അല്ലെങ്കിൽ മോണയോട് താഴ്ഭാഗത്തേക്കാണ് നമ്മൾ ഈ ക്യാപ്പിന്റെ അടിഭാഗം വരുന്നത്. ഈ മോണരോഗങ്ങളുള്ള അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാരിലാണെങ്കിൽ ഈ മോണ താഴ്ന്നതിനനുസരിച്ച് ഈ ക്യാപ്പിന്റെ അടിഭാഗം പുറത്തേക്ക് വരും. അപ്പോൾ അവിടെ ഭക്ഷണം കൂടുകയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കാരണം കൊണ്ട് അവിടെ ഇരുന്ന് അത് അവിടെ ഇരിക്കാനുള്ള കാരണമാവുകയും അത് കാരണത്താൽ അത് കളർ കണ്ടുവരും. നല്ല രീതിയിൽ ആ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ക്യാപ്പ് ഊരി വേറൊരു ക്യാപ്പ് ഇടുകയാണ് അതിനു വേണ്ടിയുള്ള ചികിത്സാ രീതി. ഞാൻ പറഞ്ഞത് അതിന് മനസ്സിലായി എന്ന് തോന്നുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്പ് ഇട്ടത് സ്വാഭാവികമായിട്ടും അത് നമ്മൾ മോണയുടെ അതിന്റെ അറ്റം വരുന്നത് മോണയുടെ താഴ്ഭാഗത്തേക്കാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് താഴേക്ക് മാറുകയോ ആണ് സംഭവിക്കാറുള്ളത്. അത് മാറുന്നതിനനുസരിച്ചിട്ട് അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറുത്ത ഭാഗം പുറത്തേക്ക് വരുന്നതായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് കാണുന്നതായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഏതായാലും അടുത്തൊരു PM വന്നിട്ടുണ്ട്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വായ്ക്ക് സ്മെല്ല് വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് കാരണം ഞാൻ കുട്ടികൾക്കുള്ള മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടറുള്ള ചോദ്യം. സാധാരണ രീതിയിൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്മെല്ല് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുറവാണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നത്
എന്ത് ഭക്ഷണം കൊടുത്താലും കൂടുതൽ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ആസിഡ്, അതായത് ഈ നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറച്ച് കുറക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കൂടുതലായാലും ഗ്യാസ്ട്രിക് പ്രോബ്ലം അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിക്സ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണലുണ്ട്. അതൊരിക്കലും അവരുടെ വായയുടെ കാരണമല്ല, മറിച്ച് ഗ്യാസ്ട്രൈറ്റിസ് കാരണമാണ് കൂടുതലായിട്ടും കാണുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിടവ് കൂടുതലുള്ളത് കൊണ്ട് ഭക്ഷണങ്ങൾ കൂടുതൽ ഇരിക്കാം. അതുകൊണ്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വാ കഴുകിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു കാലി ബ്രഷ് എടുത്ത് അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്ത് കുട്ടികളുടെ പല്ലുകളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക, നല്ലോണം വെള്ളം കൊടുക്കുക. ഈ കാര്യങ്ങളാണ് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. PM ചെയ്ത ആൾക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ സമയം ഏകദേശം 9 മണി 10 മിനിറ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നിരുന്നത്. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് കുറെ PMോടും മൈക്കിലും വന്ന് ചോദിച്ചിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ചോദ്യം കൂടി ആവാം ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് നമുക്ക് നിർത്താൻ തോന്നുന്നു. ഹാജിക്ക അല്ലേ, ഹാജിക്ക അമീർ സാഹിബ് ആരെങ്കിലും ഉണ്ടോ അവിടെ? എന്തായാലും നമുക്ക് ഏകദേശം നമുക്ക് നിർത്തല്ലേ. ഏതായാലും ഇത്രയും തിരക്കുപിടിച്ച ജോലിയിലെ നിന്ന് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇവിടെ വരാനും ക്ലാസ് റൂമിൽ സംബന്ധിക്കാനും ചെയ്ത് പഠിച്ച സാലിഹായ നമ്മളെ സ്വീകരിക്കട്ടെ. ഏതായാലും വേറൊരു കാര്യം, ഡോക്ടറിന് ഇതുവരെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. തിരൂരാണ് സ്വദേശം. കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വധുവിനെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഏതായാലും ഇതൊരു സാലിഹായ നമ്മളെ സ്വീകരിക്കട്ടെ റബ്ബ്. ഇഹത്തിലും വരത്തിലും അള്ളാഹു അതിന്റെ അർഹമായ ഫലം കൊടുക്കട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതോടുകൂടി നിർത്താല്ലേ. അബ്ദുള്ളക്ക 90-70 ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഞാൻ നിർത്താണ് ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി